Hello, hi dears, welcome to Jewel Baby's World. കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോനട്ട് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡോനറ്റ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതിന് വേണ്ടി ഇതാ നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് നമുക്ക് ഒഴിക്കാം. ഈ മുട്ട റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണെങ്കിൽ ആ തണുപ്പെല്ലാം പോയതിന് ശേഷം ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഏകദേശം 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പം പഞ്ചസാരയ്ക്കും മധുരത്തിനും അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ. കുറച്ചും കൂടെ കൂടുതലുള്ളതൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഞാനിവിടെ പൊടിയുപ്പിന് പകരം ഇവിടെ ഉപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. ഏതാണെങ്കിലും പ്രശ്നമില്ല. 1/2 ടീസ്പൂൺ ഉപ്പ്, അതായത് ഈ മധുരവും പഞ്ചസാരയും ഒക്കെ ഏകദേശം ഒന്ന് സെറ്റ് ആവാനായിട്ട് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളുടെ അനുസരിച്ച് പഞ്ചസാരയ്ക്ക് അനുസരിച്ച് ഉപ്പും കൂടെ ഒന്ന് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഫോർക്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പഞ്ചസാരയും ഉപ്പും എല്ലാം നല്ലതുപോലെ ഇതിനകത്ത് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാല് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർക്കാം കേട്ടോ. ബട്ടർ അല്ലെങ്കിൽ ഓയിലാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ബട്ടർ എടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ബട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് ഗ്യാസിലൊന്ന് ഫ്ലെയിമിൽ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പം ബട്ടർ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈസ്റ്റ് ചേർക്കാം. ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചേർത്ത് എടുക്കാം കേട്ടോ. അതല്ല വലിയ ഈസ്റ്റ്, ഇത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വലിയ ഈസ്റ്റാണ്. ഈ വലിയ ഈസ്റ്റ് ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യണം. കുറച്ച് വെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ ഈ ഈസ്റ്റ് ഒന്ന് ഇട്ട് വെക്കണം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ പൊടിഞ്ഞ് അതിനകത്തേക്ക് ആ വെള്ളത്തിൽ ചേർന്നോളും. അപ്പോൾ അതുകൊണ്ട് വലിയ ഈസ്റ്റ് ഉള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഈസ്റ്റ് ചേർത്തതിന് ശേഷം വേണം നമുക്ക് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. അപ്പോൾ ഈസ്റ്റ് ഇതാ നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈസ്റ്റും ബാക്കി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആവാനായിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. ഈസ്റ്റ് എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഈസ്റ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതായത് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് 2 കപ്പ് മൈദയ്ക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ കൂടി ചേർക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ബട്ടർ. ഈ ബട്ടർ കൂടി നമുക്ക് ഈ മിക്സറിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. പഞ്ചസാരയും ഉപ്പും അതുപോലെ ഈസ്റ്റും പിന്നെ ബട്ടറും എല്ലാം അതിനകത്ത് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്ത് ആ ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഏത് കപ്പിനാണോ ഇപ്പോൾ പാലെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് കപ്പിനാണോ അളക്കുന്നത് അതേപോലെ തന്നെ 2 കപ്പ് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി ഈ മൈദയിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടില്ലേ, ഈസ്റ്റും മുട്ടയും പാലും എല്ലാം ചേർത്ത് ആ കൂട്ടുകൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്ത് അതൊരു ചപ്പാത്തി പരുവാവണം. അപ്പോൾ വെള്ളം തികയുന്നില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, കുറച്ച് ചൂടുവെള്ളം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്താൽ മതി. നമുക്ക് ഇത് കിട്ടേണ്ട ഒരു പരുവം എന്ന് പറയുന്നത് ഒരു ചപ്പാത്തി പരുവം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തി പരുവമാണ് കിട്ടേണ്ടത്. ആദ്യം ഇപ്പോൾ സ്പൂൺ ഒക്കെ വെച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് അത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. നല്ലതുപോലെ സോഫ്റ്റ് ആക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെക്കണം. ഏകദേശം ഒരു 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ മൂടി വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ വെച്ചിരിക്കുന്ന മാവ് നല്ലതുപോലെ പൊങ്ങി വരും. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ നമുക്ക് വെക്കുകയാണ് ഏറ്റവും നല്ലത്. 3 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഡോനറ്റിൻ്റെ ആ ഒരു ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ബൗളിൽ മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നമുക്ക് തേച്ചതിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മൈദയും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതല്ലേ, അത് നമുക്കൊരു ബൗളിലേക്ക് വെച്ച് നമുക്കൊരു 2-3 മണിക്കൂർ അടച്ച് സൂക്ഷിക്കാം.
2-3 മണിക്കൂറിന് ശേഷം ഇത് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇനി നമ്മൾ പരത്തി ചപ്പാത്തി പോലെ നമ്മൾ പരത്തി എടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ കുറച്ചും കൂടെ മൈദപ്പൊടി തന്നെ ചേർത്ത് നമുക്ക് നമ്മുടെ കയ്യിലൊന്നും ഒട്ടാത്ത ആ ഒരു പാകമില്ലേ, ആ ഒരു പാകത്തിന് നമുക്ക് ആക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടി നല്ലതുപോലെ കുഴയ്ക്കണം കേട്ടോ. നല്ലതുപോലെ കുഴച്ച് നമുക്ക് ഇപ്പോൾ കൗണ്ടർ ടോപ്പിലാണ് നമ്മളിത് വെച്ചിട്ട് ഇത് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് വിട്ടു പോരാൻ പാകത്തിനായിരിക്കണം. അപ്പോൾ ഞാൻ പരത്തിയപ്പോൾ അത് ചെറുതായിട്ട് വിട്ടു പോരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓയിൽ ചേർത്തു, അതുപോലെ കുറച്ച് മൈദ എല്ലാം ചേർത്ത് സെറ്റാക്കി വെച്ചിരിക്കുന്ന മാവാണിത്. ഇത് ഇനി നമുക്കൊന്ന് പരത്തി നോക്കാം. ഈ പരത്തി എടുക്കുന്നത് നമുക്ക് അതിൽ നിന്ന് വിട്ട് പോരുന്ന, അല്ലെങ്കിൽ അത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് വിട്ട് പോരണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. അപ്പോൾ ആ ഒരു പാകത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പരത്തി കുറച്ച് കട്ടിയുള്ള രീതിയിൽ വേണം കേട്ടോ പരത്താനായിട്ട്. കുറച്ച് കട്ടിയുള്ള രീതിയിൽ പരത്തി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ചെറിയ നമ്മുടെ ഈ കറിയൊക്കെ കൊണ്ടുപോകുന്ന പാത്രമല്ലേ, ആ പാത്രത്തിനാവുമ്പോൾ അതിൻ്റെ പോർഷൻ അതിൻ്റെ വക്ക് ഭാഗം നല്ല കൂർത്തായിരിക്കും. അപ്പോൾ നമുക്ക് ഈ മാവിലേക്ക് ഇങ്ങനെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഭാഗം നമുക്ക് കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഇതിൻ്റെ ആ ഒരു ഷേപ്പും റൗണ്ട് ഷേപ്പാണല്ലോ. ഇനി ഇതിൻ്റെ നടുക്ക് നമ്മൾ വെക്കാനായിട്ട് നമുക്ക് ചെറിയ എന്തെങ്കിലും അടപ്പുണ്ടെങ്കിൽ ആ അടപ്പ് ഉപയോഗിച്ച് അതിൻ്റെ നടുക്കും നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഡോനട്ടിൻ്റെ അതേ ഷേപ്പിൽ റൗണ്ടിൽ നമ്മുടെ വടയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. വേണമെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഇച്ചിരി ബട്ടറോ എന്തെങ്കിലും തേച്ചിട്ട് നമുക്ക് കുറച്ച് ഉണ്ടാക്കിയത് ആദ്യം തന്നെ ഒരു പ്ലേറ്റിലേക്ക് നിരത്തി വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി ഇടേണ്ട വരും. കാരണം നല്ലതുപോലെ എണ്ണ തിളച്ച് വരുമ്പോൾ വേണം ഇത് ഇടാനായിട്ട്. ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് ഓടിപ്പോയി ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ വേണമെങ്കിൽ ഒരു 5 എണ്ണം ഒന്ന് പരത്തി ഇതേ ഷേപ്പിനാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആ സമയം കൊണ്ട് അത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ച് ആ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, അതൊന്നും ഒരു പ്രശ്നമല്ല. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോരോ ഡോനട്ടുകളായിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 രീതിയിലുള്ള ഡോനട്ടാണ് പരത്തി എടുത്തിരിക്കുന്നത്. ഒന്ന് വടയുടെ ഷേപ്പിലുള്ളത്, ഒന്ന് ചുമ്മാ റൗണ്ട് ഷേപ്പിൽ. അപ്പോൾ നല്ല ബൺ പോലെ പൊങ്ങി വരും ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ റൗണ്ട് ഷേപ്പിലുള്ളത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്നാണെങ്കിലും കിട്ടുമ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഡോനട്ട് നമ്മൾ കാണാറുണ്ടല്ലോ. വേറെയും സ്റ്റൈലുകളുണ്ട് കേട്ടോ, നിങ്ങൾക്ക് പല രീതിയിലും പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു ഡോനട്ട് ഇടുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ അതിന് ഒരു ഹൈ ഫ്ലെയിമിലാണെങ്കിലും അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കളർ പെട്ടെന്ന് മാറും. അപ്പോൾ അതുകൊണ്ട് മറിച്ചും തിരിച്ചും ഇടുമ്പോഴെല്ലാം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമാണ് ഉള്ളിൽ നന്നായിട്ട് വെന്തും കിട്ടുള്ളൂ. അപ്പോൾ ഇതാ 2 വശവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് സാധാരണ കിട്ടുന്ന ഡോനട്ടിൻ്റെ ആ ഒരു കളറില്ലേ, ആ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഒത്തിരി ഇട്ട് വറക്കണ്ട കേട്ടോ. ഒത്തിരി അങ്ങ് വറുത്ത് പോയാൽ നമുക്കൊരു കരിഞ്ഞ പോലെയാവും. അപ്പോൾ അതുപോലെ വേണ്ട. നന്നായിട്ട് റെഡിയായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് കോരിയെടുക്കാം. നമുക്ക് 2 രീതിയിൽ ഡോനട്ട് റെഡിയാക്കാം കേട്ടോ. ഒന്ന് ക്രീമോ അല്ലെങ്കിൽ ചോക്ലേറ്റ് വെച്ചോ നമുക്ക് അലങ്കരിക്കാം. ഞാനിവിടെ 2 രീതിയിലാണ് ചെയ്യുന്നത്. പഞ്ചസാര വെച്ചിട്ട്, പഞ്ചസാര തരികൾ എന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പഞ്ചസാര തരി നമുക്ക് ഇതിൻ്റെ ചൂട് പോകുന്നതിന് തൊട്ട് മുമ്പ് വേണം കേട്ടോ പഞ്ചസാര തരി വെച്ചിട്ടുള്ളത് ചെയ്യാനായിട്ട്. കാരണം ചൂടോടുകൂടി തന്നെ ഈ പഞ്ചസാരയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മുകളിലെല്ലാം പഞ്ചസാര പിടിച്ചിരിക്കും. അങ്ങനെ ഒരു സ്റ്റൈലിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിവിടെ ഡബിൾ ബോയിലിംഗ് രീതിയിലാണ് ഇപ്പോൾ ചോക്ലേറ്റ് ഒന്ന് അലിയിച്ച് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ച് അലിയിച്ചെടുക്കാം. അപ്പോൾ അലിയിച്ചെടുത്ത ചോക്ലേറ്റിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി ഈ ഓരോ ഡോനട്ടും. അങ്ങനെ നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് അലങ്കരിച്ചൊക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അലങ്കരിച്ചെടുക്കേണ്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്യാം. വേണമെങ്കിൽ ന്യൂട്ടല്ലയൊക്കെ ഇതിൻ്റെ നടുക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റഫ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചോക്ലേറ്റ് പെട്ടെന്ന് ഉറച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വേഗം ഇതെല്ലാം ഡിപ്പ് ചെയ്തെടുക്കണം. പിന്നെ തണുപ്പിച്ച് ഉപയോഗിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ് എല്ലാം നല്ല സെറ്റായി ഇതിൻ്റെ മുകളിൽ കിട്ടും. പിന്നെ നല്ല കളർ ബോൾസ് കിട്ടും നമുക്ക് വാങ്ങാനായിട്ട്. ഈ കളർ ബോൾസ് വേണമെങ്കിൽ
ഈ ഡോനട്ടിൻ്റെ മുകളിലൊക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. വൈറ്റ് കളർ ചോക്ലേറ്റ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിങ്ക് കളർ കിട്ടും, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് ഇവിടെ ചോക്ലേറ്റ് തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, ആ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ ഡിപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അതാണല്ലോ. അപ്പോൾ നമ്മുടെ ഡോനട്ട് റെഡി ആയി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഡോനട്ട് ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഞാനും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഡോനട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം, കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ തന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂട്ടോ. വീണ്ടും നല്ല കിടിലൻ വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.